ഗൈസ് ഇതിപ്പോൾ നമ്മളിപ്പോൾ എസ് ബെൻഡ് എത്തി. അപ്പോൾ കോട്ടവാസലിലുള്ള എസ് ബെൻഡിലാണ്. ഇത് പകുതി തമിഴ്നാടിനും പകുതി കേരളത്തിനും അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു റോഡ് ഇപ്പോഴും ഇങ്ങനെ നിയമക്കുരുക്കിപ്പെട്ട് വികസനമൊന്നും ഇല്ലാതെ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു റോഡ് ഇങ്ങനെ കിടന്നാലുള്ള എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിലറൊക്കെ ഒടിഞ്ഞു പൊക്കോളും. പക്ഷേ പ്രശ്നം ഇപ്പം നമ്മുടെ വോൾവോ ഒക്കെ ഇല്ലേ, വോൾവോ സ്ലീപ്പർ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരത്തിലുള്ള വണ്ടികൾ ഒടിഞ്ഞിറങ്ങി പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ തന്നെ നോക്കിക്കേ, ഈ ഒരു വണ്ടി തന്നെ എന്ത് ബുദ്ധിമുട്ടായിട്ട് ഇറങ്ങി പോകുന്നതെന്ന് നോക്കിയേ. വോൾവോ സ്ലീപ്പറും അല്ലെങ്കിൽ വോൾവോ ബസ്സുകളൊന്നും ഇത്രയും ചേസ് ഒടിഞ്ഞ് പോകത്തില്ല. ഇത് ട്രെയിലർ ആയതുകൊണ്ടാണ് ഒടിഞ്ഞു പോകുന്നത്. പിന്നെ ചെറിയ വണ്ടികളുമാണെങ്കിലും ഒടിഞ്ഞു പോകും. നിയമക്കുരുക്ക് കൊണ്ടാണ് ഇവിടെ ഒരു വികസനങ്ങളും വരാതിരിക്കുന്നത്, ഇവിടെ ഈ ഒരു സ്ഥലത്ത് മാത്രം. അപ്പോൾ അതേ നമ്മുടെ തെങ്കാശിയിലേക്ക് പോകുന്ന നമ്മുടെ കൊല്ലം സ്റ്റാൻഡിൻ്റെ വണ്ടി ഇതേ അവിടെ നിന്ന് ആനവണ്ടി ഇറങ്ങി വരുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ ആനവണ്ടി ഇറങ്ങി വരുന്നതാണ്. എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കലക്ക സാധനം കിട്ടും, അടിപൊളി. ഇതേ അടുത്ത് തെങ്കാശി തിരുവനന്തപുരം സ്റ്റാൻഡിലെ തെങ്കാശിയാണ്. 8407 TVM ട്രിവാൻഡ്രം സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ എസ് ബെൻഡ് എടുക്കണം, എസ് ബെൻഡ് നിങ്ങളെയും കൂടി കാണിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുത്ത് നേരെ നടുക്കതേ നമ്മളിവിടെ ഇങ്ങനത്തെ സ്ഥാനത്ത് വന്നിങ്ങനെ നിൽക്കുകയാണ്. അപ്പം ചില സമയത്ത് ഭയങ്കര ട്രാഫിക്കാണ്. വലിയ വണ്ടിയൊക്കെ വന്നിട്ടേ അല്ലേ, ചിലർ അവിടെ നിന്ന് ഇറങ്ങി വരും, കാറുകാർ. അപ്പോൾ വലിയ വണ്ടി ഇവിടെ നിന്ന് കയറി വരുന്ന കണ്ടു കഴിഞ്ഞാൽ നിർത്തി കൊടുക്കത്തില്ല. കാരണം വലിയ വണ്ടി ഇത്രയും ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഒടിഞ്ഞ് കയറി പോകത്തുള്ളൂ. അപ്പോൾ ചിലർ കൊണ്ടങ്ങനെ കുത്തി കയറ്റി കൊടുക്കുമ്പോൾ ഈ ലോറി ഇവിടെ ബ്ലോക്കാവും. ഇപ്പോൾ പിന്നെ അത് മൊത്തത്തിൽ കംപ്ലീറ്റ് ബ്ലോക്കാവും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി പോകാൻ പറ്റും. ഇപ്പോൾ തന്നെ ആ ഒരു ലോറി ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴേ താഴത്തെ ഏതെങ്കിലും വണ്ടി ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അവരവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം കയറി വരുന്ന വണ്ടി ലോഡ് ഉണ്ടെങ്കിലും ലോഡ് ഇല്ലെങ്കിലും ആ വണ്ടിക്കാണ് പ്രാധാന്യം. ഓക്കെ, അപ്പോൾ നമുക്കിനി മുമ്പോട്ട് പോവാം. മലയാളിയാണെന്ന് തോന്നുന്നു ഡ്രൈവർ, ഫോണൊക്കെ അടിക്കുന്നുണ്ട്.